welcome back to my channel. Let's shine together. ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് മുടി എങ്ങനെ വീട്ടിലിരുന്നിട്ട് നമുക്ക് സ്ട്രെയിറ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെ വീട്ടിലിരുന്ന് സ്ട്രെയിറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് എങ്ങനെയൊക്കെ മുടിക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാം, പിന്നെ നമ്മൾ അങ്ങനെ സ്ട്രെയിറ്റ് ചെയ്താലും എത്ര നേരം നിൽക്കും, അങ്ങനത്തെ കുറെ സംശയങ്ങൾ ഉണ്ടാവല്ലോ വീട്ടിൽ മുടി സ്ട്രെയിറ്റ് ചെയ്യുന്നതിനെ കുറിച്ച്. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാൻ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ വീഡിയോയിലേക്ക് എടുക്കുന്നതിന് മുൻപ് നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഓടിപ്പോയി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തൊരു 3 ഓപ്ഷൻ കാണിക്കും, ഒരു ബെല്ലൈക്കൺ വരും, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻ കാണിക്കും, അതിൽ ഓളും കൂടി സെലക്ട് ചെയ്യുക. എന്നാലാണ് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരാനും പെട്ടെന്ന് വീഡിയോ കാണാനും പറ്റുള്ളൂ. അപ്പൊ നമുക്ക് മുടി സ്ട്രെയിറ്റ് ചെയ്യാനേക്ക് കിടക്കാം. അപ്പൊ മുടി അത്യാവശ്യം ചുരുണ്ടിട്ടിരിക്കുന്ന ഒരു ടൈപ്പാണ് എന്റെ. ഇപ്പൊ നല്ല ചുരുണ്ടിരിക്കുന്ന ഒരു മുടിയാണ്. ഇനി നമുക്കിത് സ്ട്രെയിറ്റ് ചെയ്ത് നോക്കാം. അധികം ചെടിയൊന്നുമില്ല, പക്ഷെ ചുരുണ്ടിട്ടിരിക്കുകയാണ്. എനിക്ക് സ്ട്രെയിറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ മുന്നേ ഇയർ ടു ഇയർ സ്ട്രെയിറ്റ് ചെയ്തിട്ടുണ്ട്, സ്ട്രെയിറ്റ് അല്ല സ്മൂത്തൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ആദ്യമായിട്ടാണ് എന്റെ ഫുൾ മുടി സ്ട്രെയിറ്റ് ചെയ്യാൻ പോകുന്നത് വീട്ടിലിരുന്നിട്ട്. ഞാനിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് ഫിലിപ്സ് സെൽഫി സ്ട്രെയിറ്റ്നർ എന്ന് പറഞ്ഞൊരു സ്ട്രെയിറ്റ്നർ ആണ്. ഫിലിപ്സ് സെൽഫി സ്ട്രെയിറ്റ്നർ, ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ ഞാനിവിടെ മുടി സ്ട്രെയിറ്റ് ചെയ്യുന്നതിന് മുൻപ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഒരു സീറം അപ്ലൈ ചെയ്യുന്നുണ്ട്. ഞാൻ ഒറ്റയ്ക്കൊരു റിവ്യൂ വീഡിയോ ചെയ്തതാണ്. ബയോളേജ് മെട്രിക്സ് ബയോളേജിന്റെ സ്മൂത്ത് പ്രൂഫ് അവക്കാഡോ ഡീപ് സ്മൂത്തിങ് സീറം ആണ്. ഇത് നല്ല സീറമാണ്. നിങ്ങള് സീറം യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇനിയിപ്പോ നിങ്ങൾ ഇത് യൂസ് ചെയ്യുന്ന സീറം അത്ര നല്ലതല്ലെങ്കിലും ഈ സീറം വളരെ നല്ലതാണ്. ഇത് നിങ്ങൾ ഒരു തവണ വാങ്ങിച്ചാൽ ഇതന്നെ പിന്നെ വാങ്ങുള്ളൂ, കാരണം അത്രയും നല്ലൊരു സീറം ആണ്. ഇപ്പൊ എന്റെ ഫേവറേറ്റ് സീറം ഇതാണ്, മെട്രിക്സിന്റെ ബയോളേജ് മെട്രിക്സിന്റെ. അപ്പൊ അത് കുറച്ച് ഡ്രോപ്പ് എടുത്തിട്ട് ഞാൻ ഫുൾ ഹെയർ ഒന്ന് ഇതുപോലെ ചെയ്യാണ്, ഒരു പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട്, ഹീറ്റ് പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോ ശരിക്കും ഇത് സ്ട്രെയിറ്റ് ചെയ്യുന്നതിന് മുൻപ് അപ്ലൈ ചെയ്യുന്ന ഒരു ഹീറ്റ് പ്രൊട്ടക്റ്റിംഗ് സീറോ സ്പ്രേ ഒന്നുമല്ല, പക്ഷെ ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത് സ്ട്രെയിറ്റ് ചെയ്യുന്നതിന് മുൻപ്. ജസ്റ്റ് ഒന്ന് എല്ലാ ഹെയറിലും അപ്ലൈ ചെയ്യാണ്. നല്ലൊരു ഷൈനിങ്ങും കിട്ടും ഇത് അപ്ലൈ ചെയ്യുന്നത് വഴി. ഇനി നമുക്ക് സ്ട്രെയിറ്റനിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ചെയ്യുന്നതിന് മുൻപ് എടുത്തു വെക്കാൻ ഒരു കാരണം, ഞാൻ ചെയ്യുന്നത് ഒന്ന് ഇതുപോലത്തെ ഒരു കോംബ്, ഇതുപോലെ പോയിന്റഡ് ആയിട്ടുള്ള ഒരു ചീർപ്പ്, പിന്നെ വേണ്ടത് ഏതെങ്കിലും നല്ലൊരു ഹീറ്റ് പ്രൊട്ടക്റ്റിംഗ് സ്പ്രേയോ സീറോ. ഞാൻ ഈ സീറമാണ് യൂസ് ചെയ്യുന്നത്. ഹീറ്റ് പ്രൊട്ടക്റ്റിംഗ് സീറം കാറ്റഗറിയിൽ പെട്ടതല്ല, പക്ഷെ ഇത് ഹീറ്റ് പ്രൊട്ടക്ഷൻ തരും നമുക്ക്. പിന്നെ ഉള്ളത് ഫിലിപ്സ് സെൽഫി സ്ട്രെയിറ്റ്നർ. ഇത് വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഫുൾ മുടി സ്ട്രെയിറ്റ് ചെയ്തിട്ട് നമുക്കിനി കാണാം. പിന്നെ ഞാൻ സീറം അപ്ലൈ ചെയ്യുമ്പോൾ റൂട്ടിൽ അപ്ലൈ ചെയ്യുന്നില്ല, നമ്മുടെ ഈ തലയോട്ടിയുടെ ഭാഗത്ത് ഇങ്ങനെ എണ്ണ തേച്ച് പിടിപ്പിക്കുന്ന പോലെ ചെയ്യുന്നില്ല. ഇത് ഹെയർ സ്ട്രാൻഡിന് മാത്രമാണ് അപ്ലൈ ചെയ്യുന്നത്, അത് ഈ ടിപ്പ് വരെ. അതുപോലെ തന്നെ സ്ട്രെയിറ്റ് ചെയ്യുമ്പോഴും ഞാൻ കുറച്ച് ഇറക്കിയിട്ട് ആണ് സ്ട്രെയിറ്റ് ചെയ്യുന്നത്. ഇപ്പൊ റൂട്ട് ആ ഭാഗത്ത് വല്ലാണ്ട് ചൂട് തട്ടിയിട്ട് മുടി പെട്ടെന്ന് കേടാവുണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ജസ്റ്റ് ഇറക്കിയിട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഞാൻ യൂസ് ചെയ്യുന്ന ഇതാണ് ഫിലിപ്സ് സെൽഫി സ്ട്രെയിറ്റ്നർ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതിൽ ഒരു ബട്ടണേ ഉള്ളൂ, ജസ്റ്റ് 0-1 ഒരു ലെവലിലേ നമുക്ക് ഹീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് കുഴപ്പമില്ല കേട്ടോ സ്ട്രെയിറ്റ്നർ. ഇത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഫസ്റ്റ് നമുക്കിത് പ്ലഗ് ചെയ്തിട്ട് ഒന്ന് ചൂടാക്കാം, എന്നിട്ട് ചെയ്തു തുടങ്ങാം. ഞാൻ ഓൺ ആക്കിയിട്ടുണ്ട്. എന്നിട്ട് നമ്മളിവിടെ 0 നിൽക്കുന്നത് ജസ്റ്റ് 1ലേക്ക് ആക്കുക. അപ്പൊ ഇവിടെ ഈ ലൈറ്റ് കത്തും. ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് ചെയ്തു തുടങ്ങാം. ഞാൻ സൈഡ് വാച്ച് ആണ് എടുക്കാറ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾ എങ്ങനെയാണോ ചെയ്യുക അതുപോലെ ചെയ്യുക. ഇത് സൈഡിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ ബാക്ക് ഈ പോർഷൻ ഞാൻ സ്ട്രെയിറ്റ് ആണ് എടുക്കാറ്. ഓക്കെ, അപ്പൊ ഞാൻ 2 പാർട്ടായിട്ട് തിരിച്ചിട്ട് ആണ് ചെയ്യുന്നത്. കറക്റ്റ് എന്റെ ഹെയർ 2 പാർട്ടാക്കിയിട്ടുണ്ട്. ഇനി ഈ ഭാഗം ജസ്റ്റ് ഒന്ന് കെട്ടി വെക്കുകയാണ്. ഫസ്റ്റ് ആ സൈഡ് ചെയ്യാന്ന് വെച്ചിട്ട് ഇനി ഈ സൈഡ് വന്നിട്ട് കുറച്ച് ഹെയർ എടുത്ത് ചെയ്തു തുടങ്ങാം. അപ്പൊ ഞാൻ ഫ്രണ്ടിൽ നിന്ന് ആണ് ചെയ്യുന്നത്. അപ്പൊ ബാക്കിൽ നിന്ന് ഫ്രണ്ടിൽ നിന്നാണ് ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് ആവശ്യമില്ലാത്ത ഹെയർ ബാക്കിൽ ഇങ്ങനെ കിട്ടി വെച്ചിട്ട് ഇവിടുന്ന് ചെയ്തു തുടങ്ങാൻ പോവാണ്. അപ്പൊ അത്യാവശ്യം ചൂടായിട്ടുണ്ട് നമ്മുടെ സ്ട്രെയിറ്റ്നർ. ഫസ്റ്റ് ഒന്ന് ഈരിയിട്ട് ഇതുപോലെ പിടിച്ചിട്ട് ഞാൻ സ്ട്രെയിറ്റ് ചെയ്ത് തുടങ്ങാൻ പോവാണ്.
എന്റെ ഇപ്പൊ അത്യാവശ്യം കേളി ഹെയർ ആയതുകൊണ്ട് ഒരു 2 തവണയൊക്കെ ചെയ്താലേ 2 or 3 തവണ ചെയ്താലാണ് പെർഫെക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുള്ളൂ. ഹെയർ ചെയ്യും. ഞാൻ സ്ട്രെയിറ്റ് ചെയ്ത് കഴിഞ്ഞ ഹെയർ ഇപ്പുറത്തേക്ക് ഇടാണ്. അപ്പൊ എന്റെ പകുതി ഭാഗം സ്ട്രെയിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതാ നല്ല വ്യത്യാസമല്ലേ? നേരത്തെ കണ്ട ഹെയർ വെച്ച് നോക്കുമ്പോ നല്ല മാറ്റമല്ലേ? സ്ട്രെയിറ്റ് ആയിട്ട് എടുക്കണല്ലേ? ഇനി ഇത് എത്ര നേരം നിൽക്കും നമുക്ക് നോക്കാം. ഇനി ഞാൻ ഈ സൈഡ് സ്ട്രെയിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും സീറം ഒരു 3 ഡ്രോപ്പ് എടുത്തിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പൊ നല്ല ഷൈൻ ആയിട്ടും പിന്നെ ഈ സ്ട്രെയിറ്റനിങ് ഇഫക്റ്റ് കുറച്ച് നേരം കൂടി ആയിട്ടും നിന്നോളും. അപ്പൊ ഫുൾ സീറം ഒന്നും കൂടി അപ്ലൈ ചെയ്തു. ഇനി നമുക്ക് അപ്പുറത്തെ സൈഡും കൂടി സ്ട്രെയിറ്റ് ചെയ്തിട്ട് കാണാം. ഇതാ പാർലർ ഫിനിഷിൽ നമ്മൾ വീട്ടിൽ സ്ട്രെയിറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി എനിക്കുള്ള ഒരു ഡൗട്ട്, എനിക്കും ചിലപ്പോൾ നിങ്ങൾക്കും ഉണ്ടായിരിക്കും, മുന്നേ വീട്ടിൽ സ്ട്രെയിറ്റ് ചെയ്ത് നോക്കാത്തവർക്ക്, ഇതുപോലെ എത്ര നേരം നിൽക്കും, ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മുടെ മുടി എത്ര നേരം നിൽക്കുന്ന ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും. നമുക്ക് നോക്കാം. ഇപ്പോൾ ടൈം ഏകദേശം 10 മണിയാണ്. സോ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. നമുക്കിത് എത്ര മണിക്കൂർ ഇതുപോലെ സ്ട്രെയിറ്റ് ചെയ്ത് നിൽക്കും നോക്കാം. അപ്പൊ ഞാൻ സ്ട്രെയിറ്റ് ചെയ്തപ്പോ കുറച്ച് നാച്ചുറൽ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഈ പോർഷനിൽ സ്ട്രെയിറ്റ് ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ കുറച്ച് നീക്കിയിട്ടാണ് ഈ ഭാഗമാണ് സ്ട്രെയിറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് നാച്ചുറൽ ആയിട്ട് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഹെയർ പോലെ തന്നെ തോന്നും. ഇവിടെ തന്നെ അങ്ങോട്ട് വടി പോലെ നിൽക്കില്ല. അതുപോലെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇത്രത്തോളം ഫിനിഷ് കിട്ടും. ഇത്രത്തോളം സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കും. ഹെയർ സ്ട്രെയിറ്റൻ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് വേഗം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.